എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് അവധിയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ 7 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ദിവസം അവധി കിട്ടുക. അപ്പോൾ അങ്ങനെ അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാഴൂർ പെരുന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. അപ്പോൾ അവിടെ കയറി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. കുട്ടികളുടെ പേരിൽ വഴിപാടൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ അവിടെ അടുത്ത് നിൽക്കുന്നൊരു പുള്ളി പായസം കഴിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, കൊച്ചുങ്ങളുടെ പേരിൽ പായസം കഴിപ്പിക്കുന്നത്. എൻ്റെ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ പൂജാരി എനിക്കൊരു കുപ്പിക്കകത്ത് പായസം തന്നു. ഞാനത് ആരാധയുടെ പേരിലാണ് ഈ പ്രാവശ്യം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കടും പായസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിന്റെ സൈഡ് മാത്രം കാണിക്കട്ടെ. അവിടെ വലിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ മൊബൈൽസ് ഒന്നും അലൗഡ് അല്ലെന്ന്. ഒരു കണക്കിന് പറഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് കാണിച്ചു തരാം. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഉള്ളിലോട്ട് ഫുള്ള് കരിങ്കല്ലാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉത്സവം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ്റെ കടയാണ് കേട്ടോ അത്. ചേട്ടൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ചേട്ടൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് വിലയ്ക്ക് കിട്ടി. പക്ഷേ ഈ മാല ഇച്ചിരി റേറ്റ് ആയിരുന്നു കേട്ടോ. മാലയ്ക്ക് 30 രൂപയാണ്. 30 രൂപ കുറഞ്ഞൊരു സാധനം കിട്ടത്തില്ല. പക്ഷെ നമ്മൾ 30 രൂപയ്ക്ക് നമ്മൾ കടന്ന് മേടിക്കുന്ന ഇത്രയും കൂടെ നല്ല മാല കിട്ടും. പിന്നെ പുഴു ഉണ്ടാകും. അതെനിക്ക് വളരെ അട്രാക്ഷനായിട്ട് തോന്നി. കാരണം 4-5 പുഴുവിന് കടലിൽ നല്ല റേറ്റ് വരുമ്പോൾ ഇവിടെ നല്ല സ്റ്റാൻഡേർഡ് പുഴു എനിക്ക് 20 രൂപയ്ക്കാണ് ആ ചേട്ടൻ തന്നത്. 30 രൂപയാണ് വില എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാല മേടിച്ചു. മാല അത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും എന്തേലും മേടിക്കണോന്ന് ചോദിച്ച് മേടിച്ചാണ്. ഇനി കുട്ടികളുടെ അടുത്തേക്ക് പോവാം. അവര് അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ വേറെ സർപ്രൈസ് സാധനം അവിടെ നിറച്ചും കടകളായിരുന്നു. ഇതെന്നാ നോക്ക്, ഇത് കുപ്പിയിലിട്ട് വെക്കണം. ഇനി ഇല്ലാന്ന് പറയരുത്. കുപ്പി ഒരെണ്ണം കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അത് ഞാൻ സ്കൂൾ തുറക്കുമ്പോൾ തന്നാൽ മതിയോ? അല്ല നിങ്ങൾ കൊണ്ടേ കളയൂലേ? ഞാൻ 2 മേടിച്ചു. ആ ചേട്ടൻ പറഞ്ഞു 20 രൂപയോളം. ശരിക്കും ഇതിന് കടലിൽ 30 രൂപ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ 2 തരാൻ പറഞ്ഞു. എന്നിട്ട് 40 റുപ്പീസ് കൊടുത്തു. നോക്കുമ്പോൾ കാണാണ്ടിരിക്കരുത്, കുപ്പിയിലിട്ട് അടച്ചു വെക്കണം. ഇത് നല്ല നല്ല സാധനം. ഇതുണ്ട്, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാ. കുഞ്ഞുഷാ ഒരു കുപ്പി എടുത്തോണ്ട് നമുക്കൊരു കുപ്പിയിലിട്ട് വെക്കാം. അപ്പൊ കാണാണ്ട് പോവില്ല. തലേന്ന് ഊരിക്കഴിഞ്ഞാൽ അതുപോലെ. എന്നാ ഞാൻ ചെന്നപ്പോ കടയൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു. നിനക്ക് ഓറഞ്ച്. എടാ ഒരു കുപ്പി എടുത്തോണ്ട് വേണം നമുക്ക് പുയു. ഞാൻ മേടിച്ചില്ല. വച്ചിട്ട് നോക്ക്, നോക്കിക്ക്. അമ്മക്ക് ഏറ്റവും ഇഷ്ടം എല്ലാം. ഞാൻ പായസം കൊടുത്തായിരുന്നു. അവളത് ചെറിയൊരു കുപ്പിയിൽ എനിക്ക് കൊണ്ടു തന്നു. ബാക്കി ഞാൻ അവിടെ കൊടുത്തിട്ട് പോന്നു. പിന്നെ മാല പിള്ളേർ ഇട്ട് നോക്കുകയാണ്. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങള് പുഴുവൊക്കെ പൊട്ടിച്ച് ഒരു കുപ്പിയിലാത്താക്കി ഇട്ട് വെക്കുവാണ്. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. 3 കുട്ടികളുള്ളവർക്ക് ഒത്തിരി പുഴുവൊക്കെ ഇടുന്നെങ്കിലാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ അത് കാണാൻ പാകത്തിന് ഇങ്ങനെ കുപ്പിയിലിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കാറ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ 1 രൂപ നിരക്കിലൊക്കെ സാധാ പുഴു കിട്ടും. പക്ഷെ ഈ ക്വാളിറ്റിയുള്ള പുഴു അവർക്ക് എന്തോ മാറിപ്പോയതാണ്. എന്തായാലും സാധനം അടിപൊളിയാണ്. ഇതാകുമ്പോൾ മുടി ചുറ്റി പിടിക്കത്തൊന്നുമില്ല. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങള് അത് പെറുക്കിയിട്ട് വെക്കുകയാണ്. അപ്പൊ ആ ചൂട്ടിന് അതായത് മിന്നാമിന്നി കളർ ഭയങ്കര ഇഷ്ടം. അവള് ഒരെണ്ണടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞാക്കുട്ടനോട് മുടി കെട്ടിത്തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞൂസും കൂടി ആ ചെറിയ കുപ്പിക്കകത്ത് കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞൂസ് ഞാനിടാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ കുഞ്ഞായി എല്ലാം പെറുക്കി കുപ്പിക്കകത്ത് ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞ കുപ്പിയിൽ കൊള്ളില്ല മോനെ, വലിയ കുപ്പി എടുത്തോണ്ട് പറഞ്ഞ പാച്ചു തന്നെത്താനെ മുടി കെട്ടണുണ്ട്. കുഞ്ഞായിക്കുട്ടൻ അവൾക്ക് മുടി ചീകി കെട്ടി കൊടുത്തു കേട്ടോ. എന്തായാലും ഇവര് തന്നെത്താനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തല്ലൂടാനും പഠിച്ചിട്ടുണ്ട്. കുപ്പി എടുത്തോണ്ട് തന്നെ നമുക്ക് കുത്തി നിറയ്ക്കാതെ വെക്കാലോ. ഇത് എന്ത് രസവും ഞാൻ കുട്ടാ. ഇത് ആരാ ഇട്ടത്? കാച്ച്. ഓ അമ്മ ഇത്ര സൂപ്പറായിട്ട് വയലാഞ്ചിക്ക് ഇടൂ. ഇനി ആച്ചൂവിന്റെ നോക്കട്ടെ.
ഇതൊരു കോഴി തോണ്ടി വെച്ചേക്കണ പോലെ മൈലാഞ്ചി ഇടണത്. ഡാൻസ് കളിക്കായിരുന്നു. എന്നിട്ട് അമ്മ ഇത്ര നന്നായിട്ട് എന്നിട്ട് ഞാൻ ചെറിയ കൊച്ചല്ലേ, എന്നിട്ട് ഞാൻ തേക്കരുത് കുഞ്ഞേക്കിട്ടാ. അറിയാത്ത തേച്ചതാ. നീ എന്തോ പെയിന്റ് അടിക്കണം കുഞ്ഞുശ? എന്റെ ഫോട്ടോ കാണിക്കാതിരുന്ന ഞാൻ എങ്ങനെ കുത്തി വരച്ചത്? മര്യാദക്ക് ഫോട്ടോ കാണിച്ചു. മൈലാഞ്ചി എഴുതിട്ട് എന്റെ കയ്യിൽ എഴുതിയേക്കണേ കേട്ടോ. ഇത് കുറച്ച് കുഞ്ഞുസായി തന്നു. ബാക്കി മീരാന്ന് കുഞ്ഞാക്കുട്ട അതിന്റെ മുകളില് വലുതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ തൂത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഡ്യൂട്ടിക്ക് പോകുമ്പോ അങ്ങനെ ഇടാൻ പാടില്ലാത്തത് കൊണ്ട്. കുട്ടന്റെ കൈ കഴുകി കഴിഞ്ഞപ്പോ ഇത്രയും ചുവന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കളറൊന്നും ഇല്ലായിരുന്നു. പച്ച കളർ ട്യൂബിന് ഇത്രയും കളർ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും ആച്ചൂട്ടം കുട എടുത്തോണ്ട് ഇറങ്ങി. പിന്നെ അപ്പൂപ്പന്താടി അതിലൂടെ പറന്നെടുക്കണ കണ്ടപ്പോ അത് വേണോന്ന് പറഞ്ഞു. അപ്പൊ അവള് കുറച്ച് പെറുക്കി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ബാക്കി അപ്പൂപ്പന്താടിനെ അന്വേഷിച്ച് ഇറങ്ങി. ഇനി വെയിലാറുമ്പോ നമുക്ക് നോക്കാം. ഭയങ്കര വെയിലല്ല അച്ചു. എവിടെയാ അപ്പൂപ്പന്താടി പെറുക്കാനോ? എല്ലാവരുടെ വീട്ടിലാ അപ്പൂപ്പന്താടി പെറുക്കാൻ പോകണം. അത് പോയി എടുത്തോണ്ട് വാ, ഞാനവിടെ നിൽക്കാം. നീ പോയി പെറുക്കിക്കൊണ്ട് വാ. ആ വള്ളി അഴിച്ചു കളയാൻ പാടാർന്നു. ഇതേ വീട്ടിലെ മുറ്റത്ത് പോയി അപ്പൂപ്പന്താടി പറക്കണയാണ് കേട്ടോ കാണുന്നത്. അപ്പൂപ്പന്താടി അമ്മനെ കാണിച്ച്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കുട്ടന് കിടഞ്ചോയ് കഴിക്കണമെന്ന് പറഞ്ഞു. നേരെ കടയിലോട്ട് പോയി 3 കിടഞ്ചോയ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിക്ക് കിടഞ്ചോയ് വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ അമ്മ അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണ്, പക്ഷെ മേടിച്ച് കൊടുക്കുന്നില്ല. വേറെ എന്തെങ്കിലും മിഠായി എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാണ്, എനിക്ക് 3 കുട്ടികളുണ്ടായിട്ട് ഞാൻ മേടിച്ചു, അവർക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് മേടിച്ചില്ല എന്ന് ഞാൻ പറയുവാണേ. അത് അതെ, അടുത്ത ആഴ്ച പറയണ്ട കേട്ടോ. മാസത്തിൽ ഒരെണ്ണുള്ളൂ. ശരിയാവും. അടുത്ത മാസം മേടിച്ചു. ആ ഏപ്രിൽ ഒരെണ്ണം മേടിച്ചു. ആ അത് കുഴപ്പമില്ല. ഒക്ടോബറിൽ 2 മേടിച്ചെണ്ണം, ഡിസംബർ ഹലോ 30ന്റെ പകുതി എത്രയാ? 15. അങ്ങനെ ശരിയാവും. അങ്ങനെയാണ് 3ന്റെ പകുതി എന്താ എത്രയാ? 1.5. എടാ പാലാ ചമ്മ കണ്ടോടാ. നിങ്ങൾ ഗിഫ്റ്റ് എവിടെ? നിന്റെ ഗിഫ്റ്റ് എവിടെ? നിങ്ങൾ ചായ കുടിക്കല്ലേ? രാവിലെ കാപ്പിയല്ലേ കുടിച്ചേ? ഇതെല്ലാം സാധനം എനിക്ക് എന്തോ ഒരു സാധനം ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഒരു സ്റ്റിക്കറും കിട്ടി, 2 സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്റേതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പറക്കാൻ പോകുന്നത് കുഞ്ഞാട് ചെയ്ത് കഴിഞ്ഞിട്ട് നീ നിന്റെ കാർഡ് എന്താ? ബട്ടർഫ്ലൈയുടെ നല്ല ഭംഗിയുണ്ട്. ഒരു ബട്ടർഫ്ലൈ മനുഷ്യൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എന്തായാലും ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകും. കാർഡിൽ പറഞ്ഞേക്കുന്നത് കയ്യിലിടുന്ന വളയാണോ? കുഞ്ഞായുടെ നോക്കി കുഞ്ഞുഷിന്റെ വളയാണോ? ആ എനിക്ക് ഇഷ്ടായി. എന്റെ ബട്ടർഫ്ലൈയുടെ ഒരു പെണ്ണാ. കുഞ്ഞുഷിന്റെ എന്താ? കുഞ്ഞുഷിന് എപ്പോഴും പാവക്കുട്ടിയല്ല കിട്ടാറ്. കുഞ്ഞായ്ക്ക് പാവക്കുട്ടി കിട്ടാറ്. കുഞ്ഞൂഷിന് എന്താ കിട്ടിയാണ്? കുഞ്ഞൂഷിന് മോതിര വളയൊക്കെ കിട്ടാറ്. ആ ചുമ്മിന് എന്നെ കിട്ടിയതാണ്. കാണിച്ചു വെച്ചുറ്റാ പല്ലോ എനിക്ക് തന്നില്ല. കൊച്ചൂടോ കൊച്ചിന്റെ പല്ലില്ലേ? പല്ല് വെച്ചില്ല. കൊച്ചൂടാ ഒരു പല്ലുമൊക്കെ മറന്നു പോയിരിക്കും. ഇതെന്തേ കാണിച്ചു വെച്ചിട്ടുണ്ട്? പല്ലൊക്കെ അവര് തന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്? അത് മോതിരമല്ലേ? ഞാൻ കൊച്ചിന്റെ കയ്യിലിടണേ.
മോതിരമായിട്ട് ഒന്ന് നിന്റെ വിരലിലിട്. ഇത് നിനക്ക് വിരലിലിടാം. നീ വെച്ചേക്കുന്നതിന്റെ കുഴപ്പം. നീ വെച്ചേക്കുന്ന തലയും കുത്തിയ, പക്ഷെ അവരെനിക്ക് പല്ല് തന്നില്ല. സൂപ്പറായിട്ടുണ്ട്. കുഞ്ഞേക്കുട്ടി നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നോ? കാണിച്ചു. എനിക്ക് കിട്ടിയതാ. കാണിച്ചു കുഞ്ഞേക്കുട്ട. ഒരു ബട്ടർഫ്ലൈ പെണ്ണിനെ കാണിച്ചു. സൂപ്പർ. ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇനി അവിടെ എവിടെയും കൊണ്ടിട്ടിട്ട് അടിച്ചു പോയി കളയരുത്. ഓക്കെ കുഞ്ഞായി, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ ബോക്സിലൊക്കെ ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചു വെച്ചാൽ എന്റെ ക്ലാസ്സിലെ പിള്ളേര് പറിച്ചെടുത്തോണ്ടു. പശ വെച്ച് ഒട്ടിച്ചാൽ മതി, പറിച്ചെടുക്കാത്തിട്ടില്ല. ഇത് നീ സൂക്ഷിച്ചു. അച്ഛയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് എടുത്തോണ്ട് പോയതാ. പിന്നെ ഞാൻ വലിച്ചു പറിച്ചു. കുഞ്ഞുശിനെ എന്തായിട്ട് ആശുവിന്റെ കാണിച്ചേ? നമുക്ക് ശരിക്കും കണ്ടില്ല. എന്താ ഇവിടെ തലയിലേക്ക് വെക്കാൻ പറ്റാത്ത വെച്ചതാ ഇവിടെ തലയില്. ക്യൂട്ട് അണ്ണൻ. ഇത് അണ്ണൻ കുഞ്ഞാണോ? അമ്മേ ആ, ഈ നായി വെക്കണ്ടേ? ഇത് വെക്കാം. പക്ഷെ ഞാൻ ആദ്യം അതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തു. എനിക്ക് കിട്ടിയതാ ഒരു മുയലിനെ. നല്ല രസമുണ്ട് ഈ മുയലിനെ കാണാൻ. ഇത് അണ്ണാൻ കുഞ്ഞാ. ബ്ലൂ കളർ. അയ്യോ, ഇത് നമ്മുടെ അണ്ണാൻ കുഞ്ഞാണോ? അമ്മ അവിടെ പാല് കൊണ്ടുവച്ചിട്ടുണ്ട്. അച്ഛനോട് ചായ. ന്യൂസിനെ കയ്യിലിട്ടാണ് ഒരു ബ്രേസ്ലെറ്റ് ആണ് കിട്ടിയത്. പലതും ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചിട്ട് കയ്യിലിട്ട് നോക്കുവാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഫ്രോസൺ ആണോടാ അത്? അച്ഛന് മോതിരം കിട്ടി. എന്താ സാധനം? ഇത് വളയാണോ വാച്ചാണോ? ഒരു വാച്ച്. ബ്രേസ്ലെറ്റോ? കിടിലനായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് സ്റ്റിക്കർ അല്ല, പക്ഷെ കണ്ടില്ലേ? ഇത് വെറും ഒരു പേപ്പർ. അവിടെ എവിടെ ഒട്ടിക്കണേ? എന്നിട്ട് ഇതിലോട്ട് തന്നെ വെക്കാൻ പറ്റും. ഇത് സ്റ്റിക്കർ അല്ല, വെക്കാൻ പറ്റുന്നത്. ഇതിന് 4 ഓട്ടയാണ്. ഇവിടെ 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 എന്നിട്ട് ഇവിടെ നൂല് വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കിട്ടി. അമ്മ ഇത് കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസത്തെ കൂടെ ഉണ്ട്. കണ്ടില്ല സ്റ്റാർ ഫ്ലവേഴ്സ്. ഇതിന്റെ ചെറിയ ഇത് തല തിരിച്ച് വെക്കാം. പുതിയ ചെറ ഉണ്ടാക്കി. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ബ്രേസ്ലെറ്റ് അടിപൊളിയാ കുഞ്ഞൂസേ. പക്ഷെ ഇത് കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ അടിപൊളിയാ. ന്യൂസിന്റെ ബ്രേസ്ലെറ്റ് കണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അവർക്ക് അത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ആച്ചൂട്ടൻ്റെ അണ്ണാക്കടൻ ആച്ചൂടൻ പൊക്കി പിടിച്ചേക്കണം. കുഞ്ഞായിക്ക് 4 ജോഡി ചിറകളാണ് കേട്ടോ ആ പൂമ്പാറ്റ പെണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 2 ജോഡി അവർ ഓൾറെഡി കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ജോഡി നമുക്ക് കളർ അടിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുഞ്ഞായി കളർ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കുഞ്ഞൂസിന്റെ ബ്രേസ്ലെറ്റിനകത്ത് കുറെ സ്റ്റിക്കേഴ്സ്, കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അത് ഒട്ടിക്കാനുള്ള കോളംസ് ഉണ്ടായിരുന്നു. അതായത് കിടഞ്ഞോടുകൂടെ നമുക്ക് കഴിക്കാനുള്ളത് കിട്ടും, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതും കൂടെ നമുക്ക് കിട്ടുവാണ്. നമ്മൾ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല കേട്ടോ ഞാൻ കിടഞ്ചോയ് മേടിച്ചു കൊടുക്കുന്നത്. എനിക്ക് കിടഞ്ചോയുടെ കളക്ഷൻ ഉണ്ട്. കുറച്ചധികം ടോയ്സ് ഇവര് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ഇവർക്ക് മേടിച്ച കിടഞ്ചോയ് അന്നേരം ഒന്നും ഒത്തിരി പൈസ ഒന്നുമില്ല. നമ്മൾ കുടിക്കല്ല, പൈസയൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെ ആയിരിക്കും മേടിക്കുക. അത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും മേടിക്കുക. പക്ഷെ അവരതിൻ്റെ ടോയ്സ് ഒക്കെ എനിക്ക് തരും. ഞാനതൊക്കെ ഒരു കുഞ്ഞു പേഴ്സിനകത്തിട്ട് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കുറച്ച് നാൾ കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ടോയ്സ് ഒക്കെ എനിക്ക് തരാറുണ്ട്. കുറേ ടോയ്സ് ഒക്കെ പോയി കിട്ടും. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇട്ട് അടിച്ചു വാരിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും 1-2 ടോയ്സ് ഒക്കെ അവരെനിക്ക് തന്നിട്ടുണ്ട്. കുഞ്ഞാക്കുട്ടൻ കുറച്ച് കളിച്ച് കഴിയുമ്പോൾ എനിക്ക് തരും. അപ്പൊ ലാസ്റ്റ് മേടിച്ച് കിടഞ്ചോയുടെ കൂടെ കിട്ടിയ ഒരു പിങ്ക് കളർ ഫ്രോക്കൊക്കെ ഒരു പാവക്കുട്ടിയായിരുന്നു. അവള് കഴിഞ്ഞ ദിവസം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അവള് തിരിച്ചെടുത്തോളം ആയിട്ടുള്ള സമ്മതിക്കണ്ടായില്ല. അതുകൊണ്ടാണ് അവള് പറഞ്ഞു എനിക്ക് വേറെ കിടഞ്ചോയ് മേടിച്ചു തരാനായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പാവകളെ കൊണ്ടൊക്കെ കളിക്കുന്നത് ഞാനാണ് കേട്ടോ. അവരത് കുറച്ചു നേരം കളിച്ച് ബോറടിക്കുമ്പോൾ അവരത് എനിക്ക് തന്നെ തരുവാണ്. കുട്ടനെ ചിറകിന് കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്നാണ് കേട്ടോ അവൾ ആ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പിക്ചറിനകത്ത് നോക്കാനോ ഈ പാവനെ ഫിറ്റ് ചെയ്യാനോ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം എന്നെ കൊണ്ട് നടക്കൂല. ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുള്ളതൊക്കെ ഫിറ്റ് ചെയ്ത് കൊളാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ചോദിക്കാറുമില്ല. അവർ തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ.
ബട്ടർഫ്ലൈ ഗേളിന് അവള് തന്നെ കളർ അടിച്ച ചിറക് അവള് ഫിറ്റ് ചെയ്തു കണ്ടിട്ട് അതിന്റെ ഒറിജിനൽ ചിറക് അവളെ കിഡഞ്ചോയുടെ അടപ്പിനകത്ത് ഇട്ടിട്ട് അവളുടെ മടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ കുഞ്ഞാക്കുട്ടൻ കളർ കൊടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതേ ആച്ചൂട്ടൻ അവളുടെ അണ്ണാറക്കണ്ണനെ കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് നെറ്റത്ത് വെച്ചിരിക്കുന്ന ചുവന്ന കളറുള്ളത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അത് നമുക്ക് റായല്ല, അത് മോതിരാണ് കേട്ടോ. ആച്ചൂട്ടന് അത് വിരലിലിടാനും പറ്റും. പിന്നെ കുഞ്ഞൂസിന്റെ ബ്രേസ്ലെറ്റ് അവൾ ഇടയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചതാണ്. പിന്നെ അവൾ ആ തലയിലിട്ടേക്കണ നമ്മളൊന്ന് മേടിച്ച പുഴുവാണ് കേട്ടോ. ശവക്കല്ലറയുടെ കൂട്ടിരിക്കണ പെട്ടിക്കകത്താ. ഞാൻ ഓണാക്കാൻ മറന്നുപോയി. തലയിട്ട് അടിക്കരുത്. അത് നിന്നെ ആരും പഠിപ്പിച്ചു കുഞ്ഞുകേട്ടാ? അമ്മ പൊക്കോട്ടെ, വണ്ടി കിട്ടിയില്ലെങ്കിലേ പ്രശ്നവും. തല കുഞ്ഞായി കുട്ടന്റെ കയ്യിലിരിക്കുന്ന കുപ്പി എന്നത് മനസ്സിലായി. 10 രൂപയുടെ ജ്യൂസ് മേടിച്ചിട്ടുള്ള കുപ്പിയാണ്. ഒരു ദിവസം ഇവരെ കൊണ്ട് JMB ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇടയ്ക്ക് പനി വന്നപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നേരം മേടിച്ചിട്ടുള്ള ജ്യൂസിന്റെ കുപ്പിയാണ്. അപ്പൊ അതിനകത്ത് ഓട്ടോ ഇട്ട് കൊടുത്തേക്കണേണ് കേട്ടോ. അത് കുഴപ്പമില്ലല്ലോ എനിക്ക്. മിക്സ് ചെയ്തിടാം. മൂന്നെണ്ണം ഇത് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടാതെ വരും. എടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടാതെ വരും. 2 ബാക്കി വരും. അത് നിങ്ങൾ വീതിച്ചു. പക്ഷെ ആശുമിന് ചെല്ലി വിട്ടു. മിക്സ് ചെയ്തു. പിന്നെ നേരത്തെ ഞങ്ങളും എടുക്കും. 3 എണ്ണം ഇട്ടു. 2 3 1 2 3 50 രൂപയുടെ ഒരു പാക്കറ്റ് മിഠായി മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്രാവശ്യം ജെല്ലി മിഠായും പിന്നെ 50 രൂപയുടെ മെലഡിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ 3 പേരുള്ളതുകൊണ്ട് ഇവർക്ക് എത്ര മിഠായി ഉണ്ടെങ്കിലും കുറച്ച് ദിവസത്തേട്ടുള്ളൂ കേട്ടോ. ഓക്കെ. കുഞ്ഞായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. എടാ മുഖത്തേട്ട് അടിക്കില്ലേ കുഞ്ഞു. ഫസ്റ്റത്തെ കളി ഞാനും ആച്ചൂട്ടനും തമ്മിലായിരുന്നു. ആച്ചൂട്ടൻ ജയിച്ചു കേട്ടോ. അയ്യോ അപ്പുറത്തേക്ക് വീയല്ലേ കേട്ടോ ആച്ചുമ്മ. ആച്ചുമ്മ 5 ഗോൾ അടിച്ചിട്ട് ആച്ചുമ്മ എവിടെ കയറി ഇരിക്കുവാനെ. പല്ലും മൂക്കൊക്കെ പോകും ആച്ചുമ്മ ആയിട്ട് വീട് കഴിഞ്ഞാൽ. ആച്ചുമ്മ വീയരുത് കേട്ടോ. കുറച്ച് സാധനങ്ങളുണ്ടാക്കി. ഒരു എന്താ ബെഡ്റൂമും പിന്നെ ഊണും കൂടി ഇല്ലേ, ഡൈനിങ് ഹാള്. 4 ബുക്ക് എന്തിനാ? ഇത് നിനക്കുള്ള ഫുട്ബോൾ കളി ജയിച്ചതിനുള്ള സമ്മാനം. കൈ അടിക്കൂ. ഞാൻ മാത്രം ആകെ അടിക്കാനുള്ളൂ. ഇത് പ്രൊജക്റ്റ് ചെയ്യാനാട്ടോ കുഞ്ഞേക്കുട്ടാ. സമ്മാനം ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇപ്പൊ തന്നെ അടിച്ച് തീർത്തേക്കല്ലേ. കോളേജ് ബുക്ക് കുഞ്ഞിതാ മേടിച്ചത്. സ്കൂൾ അടയ്ക്കാൻ ഇനി 1 മാസമല്ലേ ഉള്ളൂ. കുഞ്ഞിതാണെങ്കിൽ കനവും കുറവായിരിക്കുമല്ലോ. അതെ അത് 1 മാസമല്ലേ ഇപ്പൊ സ്കൂൾ അടയ്ക്കാനുള്ളൂ. എന്നിട്ട് വിജയ്ക്കുള്ള സമ്മാനം. അവരെന്ത് കൈ അടിക്കാൻ ആരുമില്ലേ? സമ്മാനം നമ്പർ 2. ഞാൻ പറഞ്ഞ അനുസരിച്ചോണം കേട്ടോ കുഞ്ഞൂശ. സമ്മാനം നമ്പർ 2. ആച്ചുവിനെ വിളിച്ചോണ്ട് വാ. കൈ അടിച്ചോ. നീ കുഞ്ഞായിക്ക് സമ്മാനം കുഞ്ഞായിക്ക് കൊടുത്താന്നു. എന്നാ ഇത് പപ്സ് 3 എണ്ണം അവിടെ ഉണ്ട്. അവള് പപ്സ് തീർന്നായിരുന്നു. അയ്യോ അല്ല, നിനക്ക് കളർ അടിക്കുക. നിനക്ക് തന്നില്ലേ? എടാ മാറിപ്പോയി, ബുക്ക് മാറിപ്പോയി. 4 ലൈൻ കുഞ്ഞായുടെ
പേരെഴുതി വെക്കട്ടോ. യൂണിഫോമിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഇതേ പറഞ്ഞാണ് കേട്ടോ, ആച്ചൂട്ടൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ടീച്ചർ എടുത്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.